ഉപമകൾ പഠിപ്പിക്കുവാനായും എന്നെ സഹായിച്ച കർത്താവിന് സകല മാനവും മഹത്വവും അറിയിക്കുന്നു. ഇത് ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യശുശ്രൂഷ വേളയിൽ പഠിപ്പിച്ച ഉപമകൾ ക്രോണോളജിക്കൽ ഓർഡറിലായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഉപമകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു, നിൽക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ബൈബിളിനകത്തു നിന്നല്ല ജിയോ പുസ്തകത്തിൽ നിന്ന് പേര് വായിക്കുമോ വായിക്കത്തില്ലയോ എന്നുള്ള വലിയ ഡിബേറ്റും കാര്യങ്ങളും ഒക്കെ പെന്തക്കോസ്തുകാർ നടത്തുന്നുണ്ട്. വായിക്കോ വായിക്കത്തില്ലയോ എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ തന്നെ നീ വീട് പോയാൽ പോകാം. അത് തിരുവചനത്തിനകത്ത് വളരെ വ്യക്തമായി കർത്താവിൻ്റെ ടീച്ചിങ്, കർത്താവ് പഠിപ്പിച്ചതാണ് നമ്മൾ പഠിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഉപമയിലൂടെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഒരൊറ്റ കാര്യം എപ്പോഴും ഓർത്തിരുന്നോണം, ഞാൻ ഉറച്ചാണോ നിൽക്കുന്നത്, കർത്താവ് പറഞ്ഞ് ചെയ്യുന്നുണ്ടോ. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സ്തോത്രം. നമ്മുടെ അടുത്ത ഉപമയിലേക്ക് കാണാൻ പോവാണ്. ഇതിനെക്കാട്ടി ഇച്ചിരി കട്ടി കൂടിയ ഉപമയാണ്. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലാണ് ഈ ഉപമയുള്ളത്. ക്ഷമിക്കാത്ത സഹോദരൻ. സ്തോത്രം. വളരെ സൂക്ഷിച്ച് പഠിക്കേണ്ട ഒരു ഉപമയാണ്. അതിലേക്ക് കിടക്കാൻ പോവാണ്. 18-ാം അധ്യായത്തിൻ്റെ ഈ ഉപമയ്ക്കകത്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്, ഉപമയല്ല കർത്താവിൻ്റെ ശുശ്രൂഷയിലെ കാര്യങ്ങൾ പഠിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഓഡിയൻസ് ആരാണ്, അത് ആരോട് സംസാരിക്കുന്നു, ഇതെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കി മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഇത് ഉപകാരമായി വരത്തുള്ളൂ. കർത്താവ് സ്വർഗരാജ്യത്തെക്കുറിച്ചാണ് ഏറ്റവും പഠിപ്പിച്ചിട്ടുള്ളത്. സ്വർഗരാജ്യമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. എൻ്റെ മിനിസ്ട്രിയുടെ പേര് തന്നെ കിങ്ഡം, സ്വർഗരാജ്യത്തിൻ്റെ കൂട്ടായ്മ എന്നാണ്. ഞാൻ ആദ്യം പഠിപ്പിച്ചത് തന്നെ കീസ് ഓഫ് ദ കിങ്ഡം. ഈ കിങ്ഡമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. യേശു കർത്താവിൻ്റെ അടുക്ക് വന്നു കഴിഞ്ഞാൽ യേശു കർത്താവ് ഇവരോട് ഡീൽ ചെയ്യുന്നത് വളരെ യുണീക്കായിട്ടാണ്. സ്തോത്രം. ആ നാഴികയിൽ ശിഷ്യന്മാർ 1-2 വാക്യം മതി. അപ്പൊ ഏറ്റവും വലിയവനാര് എന്നുള്ളതാണ് ശിഷ്യന്മാരുടെ ചോദ്യം. ഇന്നെല്ലാവരുടെയും ചോദ്യം എന്തുവാ? ആരാണ് വലിയവൻ? എനിക്ക് വലിയവനാകണം. യേശു പറഞ്ഞു, നിങ്ങൾ മനം തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരണം, എങ്കിലേ സ്വർഗരാജ്യത്തിൽ വലിയവനാകത്തുള്ളൂ. പ്രൈസലോട്. സ്വർഗരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റുന്ന ഒന്നല്ല. പീലാത്തോസ് വളരെ ചോദിച്ചു. യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല, കാണത്തക്കവണ്ണം ഉള്ളതല്ല. ഐഹികമായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി പോരുതുവാൻ ഒത്തിരി പേരെ കണ്ടേനെ. ഈ ലോകത്തിലുള്ളതല്ല, അത് ഈ സ്പിരിറ്റ് വേൾഡ് ആണ്. ആ സ്വർഗരാജ്യം ആശ്ചര്യമല്ല, അത് ആശ്ചര്യ രാജ്യമാകാനായിട്ട് പോകുന്നു എന്നാണ് 1000 ആണ്ട് വാഴ്ചയിൽ. ഇപ്പോൾ അത് സ്പിരിറ്റ് വേൾഡാണ്. അത് നമുക്ക് തന്നിരിക്കുകയാണ്. പിതാവ് നിങ്ങൾക്ക് രാജ്യം തരുവാൻ പ്രസാദമായിരിക്കുന്നു. ആ രാജ്യം എനിക്കും നിങ്ങൾക്കും കിട്ടിയിരിക്കുന്നു. ഇനിയും ഈ രാജ്യത്തിൻ്റെ വ്യവസ്ഥയാണ് നമ്മൾ ഓരോന്നും അറിഞ്ഞിരിക്കേണ്ടത്. അഥവാ ഗവൺമെന്റ് ഷാൽ അപ്പോൺ ഹിം. ആ ഗവൺമെന്റൽ സിസ്റ്റം, ഏത് രാജ്യത്തിനും ഗവൺമെന്റൽ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റമാണ് യേശു കർത്താവ് പഠിപ്പിച്ചത്. ഈ സിസ്റ്റം അനുസരിച്ച് നമ്മൾ പോയാൽ ദൈവത്തിന്റെ നന്മ എനിക്കും നിങ്ങൾക്കും അനുഭവിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തില് ചില ഉപമകൾ ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതിനകത്തില് ശ്രദ്ധിച്ചു കൊള്ളണം. ഇത് വളരെ ഈ മുമ്പേ വായിച്ച ഉപമയുടെ അതുപോലുള്ള ഒരു ഭാഗമാണ് വരുന്നത്. അതിന്റെ 21 മുതൽ ഉള്ള വാക്യങ്ങൾ, 21 മുതൽ 23 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചിട്ടുണ്ട് അമ്മേ. മതി മതി എന്നാണ്. ഇപ്പം ഇത് മുഴുവൻ വായിച്ച് ഒരുപാട് ഡീറ്റെയിലിലേക്ക് പോകേണ്ട, കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റോറി അറിയാം.
ഞാൻ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പീസ് ഒരു കടലാസ് ഒരു കടലാസ് എടുക്കുക, പേപ്പറും പേനായും എടുക്കുക, പെൻസിലും എടുക്കുക. അതിനകത്തിൽ എങ്ങനെയാണ് സ്വർഗരാജ്യം ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു രാജാവിനെ വരയ്ക്കുക, അവിടെ വരച്ചിട്ട് രാജാവെന്ന് എഴുതുക. അതിനുശേഷം ഒരു മനുഷ്യനെ വരയ്ക്കുക. ആ മനുഷ്യന് എത്രയാണ് 10,000 താലന്ത് വെള്ളി കടപ്പെട്ട മനുഷ്യൻ എന്നെഴുതുക. അതിനുശേഷം വേറൊരുത്തിന് എഴുതുക 100 താലന്ത് കടപ്പെട്ട വേറൊരു മനുഷ്യൻ. അത് ഈ 10,000 താലന്ത് കടപ്പെട്ട മനുഷ്യന്. അപ്പം ഈ രാജാവ് ഇവനോട് ക്ഷമിക്കുന്നു 10,000 താലന്തുകാരനോട്. എന്നാൽ 10,000 താലന്തുകാരൻ ഈ 100 താലന്തുകാരനോട് 100 താലന്ത് 20 താലന്ത് പ്രൈസിനോട് കിട്ടുകയും ഓക്കെ 100 വെള്ളിക്കാശ് 100 വെള്ളിക്കാശ് കടപ്പെട്ട മനുഷ്യനോട് ഇവൻ ക്ഷമിക്കാതിരിക്കുന്നു. എന്നാൽ ക്ഷമിക്കാതിരുന്നത് കൊണ്ട് അവനെ പിടിച്ച് ജയിലിലാക്കി. ഇപ്പോൾ അവനോട് കിടക്കുകയാണ്. ജയിലിൽ കിടക്കുന്ന ആള് രാജാവിൻ്റെ അടുക്ക് വരാൻ പറ്റുമോ? പറ്റത്തില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു വേണം എവിടെയാണ് ഇട്ടിരിക്കുന്ന ഭാഗം. ഓക്കെ, ഇത് കിങ്ഡത്തിൻ്റെ പ്രിൻസിപ്പിളാണ്, അഥവാ ദൈവരാജ്യം അഥവാ ഗവൺമെന്റൽ സിസ്റ്റം. ഈ ഗവൺമെന്റൽ സിസ്റ്റത്തിനകത്ത് രാജാവിൻ്റെ അടുക്കൽ ഇവന് വരാൻ പറ്റത്തില്ല. ഇവൻ ലോക്കപ്പിൽ കിടക്കുകയാണ്. അവൻ ലോക്കപ്പിൽ ഇട്ടു ഇവനെ മറ്റവനെ ആദ്യം 10,000 താലന്ത് കൊടുക്കാനുള്ളവനോട് രാജാവ് പറയുന്നു, നീ എന്നോട് അപേക്ഷിക്കൽ നിന്റെ കടമൊക്കെ ഞാൻ ക്ഷമിച്ചു തന്നില്ലയോ എന്ന് 2 പ്രാവശ്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം നോക്കണം, നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതിൻ്റെ 25-ാമത്തെ വാക്യം, അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവൻ്റെ യജമാനൻ അവനെയും അവൻ്റെ ഭാര്യയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണു അവനെ നമസ്കരിച്ചു. യജമാനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാനുള്ള. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞു, അവനെ വിട്ടയച്ചു, കടം ഇളച്ചു കൊടുത്തു. ഇനി നോക്കിക്കോണം. എന്നിട്ട് ആ ദാസന്റെ യജമാനൻ വീണ്ടും വായിക്കുന്നത് 32-ാമത്തെ വാക്യത്തിൽ, ആ യജമാനൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കുക, ഞാൻ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. അപ്പോൾ 2 പ്രാവശ്യം അവിടെ പറഞ്ഞിട്ടുണ്ട് കടമൊക്കെയും ഇളച്ചു തന്നു എന്ന്. ഇനി അവനോട് പറയുന്നത് അതിൻ്റെ 33-ാമത്തെ വാക്യം, എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞ് ഇങ്ങനെ യജമാനൻ കോപിച്ചു. അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിലാക്കി. ഇനിയും ആരുടെ കടം വീട്ടണം? ഇതാണ് ക്വസ്റ്റ്യൻ. രാജാവിന് കടം വീട്ടണോ അതോ ആർക്ക് കടം വീട്ടണം? ഇവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാണ് കിടക്കുന്നത്. ഇനി അവന്റെ പ്രാർത്ഥന ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? യജമാനൻ കേൾക്കുന്നുണ്ടോ? ദണ്ഡിപ്പിക്കുക. ആരാണ് ദണ്ഡിപ്പിക്കുന്നവൻ? പിശാച്. ഓക്കെ, ഒരുത്തൻ ജയിലിൽ കിടക്കുന്നു, അവന്റെ പ്രാർത്ഥന യജമാനൻ കേൾക്കുന്നില്ല, മറ്റവൻ ദണ്ഡിപ്പിക്കുന്നവന്റെ കൈ കിടക്കുന്നു. ഇതാണ് സ്വർഗരാജ്യത്തിന്റെ ഗവൺമെന്റൽ ലോ. ഈ ഗവൺമെന്റൽ ലോ അനുസരിച്ചിട്ട് നീ ക്ഷമിച്ചില്ലെന്നുണ്ടെങ്കിൽ, പത്രോസ് ചോദിച്ച കർത്താവെ 7 പ്രാവശ്യം മതിയെന്ന്. കർത്താവ് പറഞ്ഞ് 7 അല്ല 490 പ്രാവശ്യം ക്ഷമിക്കണം നീ. ഇല്ലെന്നുണ്ടെങ്കിൽ നിന്റെ കാര്യം പോക്കാ. പ്രൈസ് ദി ലോർഡ്. നിന്റെ കാര്യം പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നീ നീ ജയിലിൽ പോകും, ഇല്ലെന്നുണ്ടെങ്കിൽ നീ ദണ്ഡിപ്പിക്കുന്നവരുടെ കൈ പോകും. ഇന്ന് അനേകർ ദണ്ഡിപ്പിക്കുന്നവരുടെ കൈ കിടക്കുക. എന്നിട്ട് ദൈവദാസന്മാരെ വിളിച്ചിട്ട് പറയാം, പ്രാർത്ഥിക്ക്. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, അവരുടെ മക്കളുടെ കൊച്ചിനോ ആക്കാണ്ട് ഏതാണ്ട് ഭയങ്കരമായിട്ടുള്ള അസുഖം. ഇവർ വിചാരിക്കുന്നത് എന്റെ അസുഖമാണ്. എന്തോ അസുഖമാണ്? ഞാൻ പറഞ്ഞത് ബാധയാ, ഭ്യാസി ബാധിച്ചിരിക്കുക. ദൈവമക്കളെ, ഇതെന്താണ് ബാധിച്ചിരിക്കുന്നത്? ഈ ദണ്ഡിപ്പിക്കുന്നവന്റെ കൈ കിടന്നിട്ടും ഇന്നും ആർക്കും ക്ഷമിക്കാൻ മനസ്സില്ല. ജയിലിൽ കിടന്നിട്ടും ക്ഷമിക്കാൻ മനസ്സില്ല. അത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽഡ് സ്റ്റഡി ഞാൻ നിങ്ങൾക്ക് കീസ് ഓഫ് ദ കിങ്ഡത്തിനകത്ത് വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്.
ഇത് ഒരു കീ ആണ്. കർത്താവ് പറഞ്ഞു, ഞാൻ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. കർത്താവിനെ താക്കോൽ ഇരിക്കാതെ കണ്ടിരിക്കുക. കർത്താവിനെ അല്ല താക്കോൽ. കർത്താവ് ഇതാണ് ഒരു താക്കോൽ സ്വർഗരാജ്യം തുറക്കുന്നതിന്. നീ താക്കോൽ വെച്ചിരിക്കുകയാണ്, പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇനി കർത്താവിന് നിനക്കൊന്നും ചെയ്തു തരാൻ പറ്റത്തില്ല. കാരണം നീ പിശാചിന് ഇടം കൊടുത്തിരിക്കുകയാണ്. ഇനിയും നീ ക്ഷമിക്കേണ്ടത് നിന്റെ കൂട്ടുദാസനോട് ക്ഷമിക്കണം. യേശു വൺസ് ഫോർ ഓൾ, ഒരിക്കലായി സകല പാപങ്ങളും നിങ്ങളോട് ക്ഷമിച്ചു. ഇത് ശിഷ്യന്മാരോടാണ് പറയുന്നത്. ഒരിക്കലായി നമ്മുടെ പാപങ്ങളൊക്കെയും ക്ഷമിച്ചു. അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എബ്രായ ലേഖനം 10-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലാണ്. വൺസ് ഫോർ ഓൾ, അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു കളഞ്ഞു. ഇനി നമ്മുടെ പാപങ്ങളെ ഓർക്കയില്ല. നമ്മുടെ പാപങ്ങളെ അവന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഇട്ട് കളഞ്ഞു. സൂര്യൻ ഉദയത്തിന്റെ അസ്തമനം പോലെ അകന്നിരിക്കുന്നത് പോലെ, സൂര്യന്റെ ഉദയം അസ്തമനത്തോട് അകന്നിരിക്കുന്നത് പോലെ നിന്റെ പാപങ്ങൾ നിന്നിൽ നിന്ന് മാറ്റിക്കളഞ്ഞിരിക്കുന്നു. ഇനിയും നിന്നോട് അടുത്തു വരത്തില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. നിന്നെ ക്ഷമിച്ചു തന്നു ഞാൻ 2 പ്രാവശ്യം. ഇനിയും നിനക്ക് ചെയ്യാനുള്ളത് നീ നിന്റെ കൂട്ടുകാരനോട് നീ ക്ഷമിക്കണം. എങ്കിൽ മാത്രമേ നീ ഈ ദണ്ഡിപ്പിക്കുന്നവന്റെ കയ്യിൽ നിന്ന് വെളിയിൽ വരത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ മറ്റവൻ ജയിലിൽ നിന്ന് വരത്തുള്ളൂ. 2 പേരും ജയിലിലാണ്. 2 പേരും 2 അവസ്ഥയിലാണ് കിടക്കുന്നത്. അതാണ് ഇന്ന് അനേക ദൈവമക്കൾക്ക് പറ്റിയിരിക്കുന്നത്. ഇത് പുറത്തുള്ള ആൾക്കാരോട് പറഞ്ഞ ഉപമയൊന്നുമല്ല, അകത്തുള്ളവരോട്, ശിഷ്യന്മാരോട്, ദൈവമക്കളോട് പറയുന്ന ഉപമയാണ്. അതുകൊണ്ട് ദൈവമക്കളെ സ്തോത്രം, നമ്മൾ അന്യോന്യം ക്ഷമിക്കുവാൻ 2 ഉപമയ്ക്കകത്തും പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ലൂക്കോസിന് സുവിശേഷത്തിനകത്തും പറഞ്ഞു, ഈ ഉപമയ്ക്കകത്തും പറഞ്ഞിരിക്കുന്നത് ക്ഷമിക്കുക, ഇല്ല ഞാൻ പോക്കാണ് സംഗതി. ഷാജിന്റെ കസ്റ്റഡിയിലായിരുന്നു. സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉപമ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുക, വീണ്ടും കേൾക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ഉപമയിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് ഞാൻ ചോദിച്ചു കൊള്ളട്ടെ. കർത്താവ് ഈ ഉപമകളൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ശിഷ്യന്മാരോട് ചോദിച്ചു, ഇതൊക്കെ നിങ്ങൾ ഗ്രഹിക്കുന്നുവോ? അപ്പോൾ അവർ പറഞ്ഞു, ഉവ്വ് കർത്താവേ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇതൊക്കെ ഗ്രഹിച്ച് അതുപോലെ പ്രവർത്തിക്കുന്നുവോ എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ.